കോടീശ്വരന്മാരും പാവപ്പെട്ടവരും വിദേശികളും സ്വദേശികളുമെല്ലാം ഒരു മലമുകളിന് കീഴിൽ നഗ്നപാതരായി ദിവസങ്ങളോളം നടക്കുന്ന ഒരു ക്ഷേത്രം എവിടെയാ നിങ്ങൾക്കറിയാം? ശാസ്ത്രത്തിന് പോലും ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു മല തന്നെ ദൈവമായി മാറിയ ലോകത്തെ ഒരേ ഒരു ക്ഷേത്രം. 217 അടി ഉയരം, 4 ഗോപുരങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരങ്ങളിലൊന്ന്. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ അരുണാചലേശ്വര ക്ഷേത്രത്തിലാണ്. അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അണ്ണാമലൈ ക്ഷേത്രം. ഇവിടെ ശിവൻ അരുണാചലേശ്വരനായും പാർവതീദേവി അമ്മനായും കുടികൊള്ളും. അണ്ണാമലൈ ക്ഷേത്രത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ് നെയ്ദീപം. ഭഗവാന് മലമുകളിൽ കത്തിക്കുന്ന ദീപത്തിന് തുല്യമാണ് നെയ്വിളക്ക് ഭഗവാന്റെ മുന്നിൽ കത്തിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൗതിക ക്ഷേത്രങ്ങളിലൊന്നായ അണ്ണാമലൈ ക്ഷേത്രത്തിൽ മഹാദേവൻ കുടികൊള്ളുന്നത് അഗ്നിദേവന്റെ സാന്നിധ്യത്തിലാണ്. തിരുവണ്ണാമലയിൽ ഭഗവാൻ എങ്ങനെ ഇത്രയും തീവ്രമായ ഒരു ഭാവത്തിലെത്തി എന്ന് പറയുന്നതിനൊരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി വലിയൊരു തർക്കമുണ്ടായി. അതിനു മുന്നിൽ ഭഗവാൻ ശിവൻ ഒരു അഗ്നിസ്തംഭമായി പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയുടെ, അതായത് പന്നിയുടെ രൂപമെടുത്ത് ഭൂമിക്കടിയിലേക്ക് പോകുന്നു. അഗ്നിദേവന്റെ അടിവേര് കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നാൽ ആ ഫലം പരാജയപ്പെടുകയും വിഷ്ണു ഭഗവാൻ പരാജയം സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബ്രഹ്മാവ് ഹംസരൂപമെടുത്ത് മുകളിലേക്ക് പറന്നു. വഴിയിൽ വെച്ച് താഴേക്ക് വീഴുന്ന ഒരു താഴാമ്പ് ബ്രഹ്മാവ് കാണുകയും അത് ശിവന്റെ ശിരസിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായി താഴേക്ക് പതിക്കുകയാണെന്നും പൂവ് പറഞ്ഞു. എന്നാൽ മുകളറ്റം കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് താഴാമ്പൂവിനോട് ശിവനോട് മുകളറ്റം കണ്ടു എന്ന് കള്ളസാക്ഷി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സത്യം മനസ്സിലാക്കിയ ശിവൻ കോപാകുലനാവുകയും ബ്രഹ്മാവിന് ഭൂമിയിൽ ആരാധനയില്ലാതെ പോകട്ടെ എന്നും പൂജകൾക്ക് താഴാമ്പൂ ഉപയോഗിക്കരുതെന്നും ശപിക്കുകയും ചെയ്തു. ഈ അഗ്നിസ്തംഭമാണ് പിന്നീട് ഉറഞ്ഞുപോയി അരുണാചലമലയായി മാറിയത് എന്നാണ് ഐതിഹ്യവും. അത് തന്നെയാണ് പരമമായ സത്യം. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളായിക്കോട്ടെ, എന്ത് തരം ആഗ്രഹങ്ങളുള്ള ഒരാളോ ആയിക്കോട്ടെ, ഒരു 14 കിലോമീറ്റർ നഗ്നപാതരായി നടക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ തിരുവണ്ണാമലയിലേക്ക് വരൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭഗവാൻ തീർക്കുന്നു.